ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ ഹിസ്റ്ററി പേപ്പറാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. ഹിസ്റ്ററി, സോഷ്യോളജി, മലയാളം സബ്ജക്റ്റുകളുടെ നോട്ടുകളുണ്ട്. അപ്പോൾ നോട്ടുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെയ്ഡ് നോട്ട്സാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മുൻ വീഡിയോസിലൊക്കെ. അതിൽ നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ ബ്ലോക്ക് ഹിസ്റ്ററിയിലെ സെക്കൻഡ് സെമ്മിലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അതിൽ രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ പേര് വേദിക് ഏജ് ആൻഡ് PGW കൾച്ചർ എന്നാണ്. പെയിൻറ്റഡ് ഗ്രേ വെയർ കൾച്ചർ. അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റാണ് ഡിബേറ്റ്സ് ഓൺ ദ ഒറിജിനൽ ഹോം ഓഫ് ദ ആര്യൻസ്. ആര്യന്മാരുടെ യഥാർത്ഥ ഭവനത്തെ സംബന്ധിച്ച ചർച്ചകൾ. അപ്പോൾ അതിലാദ്യം വരുന്നത് ഹൂ വർ ദ ഇൻഡോ ആര്യൻസ് എന്നാണ്. ആരാണ് ഇൻഡോ ആര്യന്മാർ? സ്വരാഷ്ട്രീയൻ ഗ്രന്ഥമായ അവസ്ഥയിൽ ഉപയോഗിച്ചിരുന്ന പഴയ ഇറാനിയൻ ആര്യ എന്ന പദത്തിൽ നിന്നാണ് ആര്യൻ എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് പൊതുവായിട്ടുള്ളൊരു ധാരണ. ഋഗ്വേദത്തിൻ്റെ രചയിതാക്കൾ ഇവരെ ആര്യന്മാരായിട്ട് കണക്കാക്കി. അഫ്ഗാനിസ്ഥാനിലെ ഇന്തോ ഇറാൻ അതിർത്തിയിലും സരസ്വതി നദീ പ്രദേശത്തും താമസിക്കുന്ന ഇന്തോ ആര്യന്മാർ ആണ് എന്നുള്ള ഒരു ധാരണയാണ്. അവരാണ് ആ ഇന്തോ ആര്യന്മാരാണ് ആര്യന്മാർ എന്നൊരു ധാരണയും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവായിട്ട് അവരെക്കുറിച്ചുള്ള ധാരണകൾ. ഈ ആര്യൻ എന്ന വാക്കിനെക്കുറിച്ച് കൊളോണിയൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. 19-ാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർ ആര്യൻ എന്ന പദം ചില ഭാഷകളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു കൂട്ടം ആളുകളെ സൂചിപ്പിക്കുന്ന പദമാണെന്നാണ് വ്യാഖ്യാനിച്ചത്. 1794 വില്യം ജോൺസ് എന്ന ബ്രിട്ടീഷ് ഓറിയൻ്റലിസ്റ്റ് തൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിന്ദു ലോ എന്ന ഗ്രന്ഥത്തിൽ കൃതിയിൽ ആര്യ എന്ന പദം ആദ്യമായിട്ട് കുലീനൻ എന്നർത്ഥം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ശ്രേഷ്ഠൻ എന്ന അർത്ഥം കൊടുത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തി. ജർമ്മൻ ഓറിയൻ്റലിസ്റ്റായ മാക്സ് മുള്ളറുടെ അഭിപ്രായത്തിൽ ആര്യന്മാർ കേവലം ആര്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. ഐറിഷ് ചരിത്രകാരനായ വിൻസെൻ്റ് സ്മിത്തിൻ്റെ അഭിപ്രായത്തിൽ ആര്യ എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ബന്ധുക്കൾ എന്നാണെന്ന്. ജനനത്തിൻ്റെ ബഹുമാനം, അതുപോലെ കുലീനൻ എന്നീ അർത്ഥങ്ങളിലേക്ക് പിന്നീട് അദ്ദേഹം അതിനെ വ്യാപിപ്പിച്ചു. അധിനിവേശക്കാരോ കുടിയേറ്റക്കാരോ ആണ് ഈ ഇന്തോ ആര്യന്മാർ എന്നും അദ്ദേഹം വാദിച്ചിരുന്നു. വിൻസെൻ്റ് സ്മിത്ത്. ഒരുപാട് ചരിത്രകാരന്മാരെ ഇതിൽ പറയുന്നുണ്ട്. എല്ലാം കൂടി ഒന്നും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ക്വസ്റ്റ്യനുകൾ കണ്ടെത്താതിട്ട് ഈ യൂണിറ്റിലെ ക്വസ്റ്റ്യൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ആൻസറിൽ വരുന്ന കുറച്ച് ആളുകളെങ്കിലും നിങ്ങൾ പഠിച്ചെടുക്കുക. എല്ലാം കൂടി എഴുതി നമുക്ക് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. മറ്റുള്ളവരിൽ നിന്ന് അവരെ വേർതിരിച്ചറിയാൻ അവർ സ്വയം ആര്യന്മാർ അല്ലെങ്കിൽ ഇന്തോ ആര്യന്മാർ എന്ന പേരാണ് വിളിച്ചിരുന്നതെന്ന് പറയുന്നു. അമേരിക്കൻ ചരിത്രകാരനായ ഡ്രൗട്ട്മാൻ പറയുന്നതനുസരിച്ച് സംസ്കൃതം സംസാരിക്കുന്നവർ മറ്റു ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളെ പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദമാണ് ആര്യ എന്നതാണ്. അതുകൊണ്ട് ഇന്തോ യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കുന്നവർ സ്വയം ഉപയോഗിച്ചിരുന്ന പേരായിരുന്നിരിക്കാം ആര്യ എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള ഗ്രേറ്റ് സ്റ്റെപ്പി പ്രദേശത്ത് അധിവസിച്ചിരുന്ന അർദ്ധനാടോടികളായ ബർബേറിയൻ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളായിരുന്നു ആര്യന്മാർ എന്ന് പ്രശസ്ത ചരിത്രകാരൻ MN ഭാഷം പറയുന്നുണ്ട്. ഈ ആളുകൾ നീളമുള്ള ആളുകളും അതായത് സൗന്ദര്യമുള്ളവരും കൂടുതലും നീണ്ട തലയുള്ളവരുമായിരുന്നു ആണ് അദ്ദേഹം കണക്കാക്കുന്നത്. ആധുനിക ചരിത്രകാരന്മാരുടെ വാദം ആര്യന്മാരുടെ പൊതുപൂർവിക ഭാഷയുടെ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് അവർ ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽപ്പെടുന്നവരാണ് എന്നാണ് ഒരു ഇന്ത്യൻ ചരിത്രകാരിയായ റോമില താപ്പർ പറയുന്നത്. ഇറാനിലെയും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെയും ചില ഭാഷകളുമായിട്ട് അവരുടെ ഭാഷാപരമായ ഒരു സാമ്യമുണ്ട്. റോമില താപ്പർ അവരെ ഇന്തോ യൂറോപ്യൻ സംസാരിക്കുന്ന ആളുകൾ എന്നും ഇന്തോ ആര്യൻ സംസാരിക്കുന്ന ആളുകൾ എന്നും ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. ഇന്ത്യൻ മാർക്സിസ്റ്റ് ചരിത്രകാരനായ RS ശർമ്മ ഇന്തോ ആര്യന്മാരെ ഇന്ത്യയിൽ ഒരു തരംഗമായി പ്രത്യക്ഷപ്പെടുന്ന പ്രസംഗമായും അതിൻ്റെ പ്രഭാഷകരായിട്ടുമാണ് നിർവചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് പറയുന്നത്. മറ്റൊരു ഇന്ത്യൻ ചരിത്രകാരനായ DD കോസാംബി ബോധ്യപ്പെടുത്തുന്നത് വേദഗ്രന്ഥങ്ങളെ ആദ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കിയത് ആര്യന്മാരാണെന്നാണ്. മാത്രമല്ല അവർ ഇന്ദ്രനെ പ്രധാന ദേവനായിട്ട് ആരാധിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ ജനങ്ങൾ അവരെ സ്വയം കുലീനർ അല്ലെങ്കിൽ നന്നായി ജനിച്ചവർ, സ്വതന്ത്രർ എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കാനാണ് അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിച്ചിരുന്നത് എന്നും കോസാംബി പറയുന്നു. ഇനി ഉപീന്ദർ സിംഗ് എന്ന ഇന്ത്യൻ ചരിത്രകാരൻ ആര്യൻ എന്ന പദം ഒരു വംശീയ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പദമായിട്ടാണ് മനസ്സിലാക്കുന്നത്.
ഇനി അടുത്തത് ഡിബേറ്റ്സ് ഓൺ ദ ഒറിജിനൽ ഹോം ഓഫ് ആര്യൻസ്. ആര്യന്മാരുടെ യഥാർത്ഥ ഭവനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ. ആര്യന്മാർ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറിയവരാണ് എന്നാണ് പലരും കരുതിയിരുന്നത്. ചരിത്ര രചനയിലുടനീളം ആര്യന്മാരുടെ യഥാർത്ഥ മാതൃഭൂമിയെ തിരിച്ചറിയുന്നത് സംബന്ധിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് കാണുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഇന്ന ഇടത്തുനിന്ന് വന്നതാണ് അല്ലെങ്കിൽ ഇന്ന ഇടമാണ് അവരുടേത് എന്ന് തറപ്പിച്ച് പറയാൻ കഴിയില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അക്കാര്യത്തിൽ നിലനിൽക്കുന്നത്. 19-ാം നൂറ്റാണ്ടിലാണ് ആര്യന്മാരുടെ ഭവനം കണ്ടെത്തുന്നത് എന്ന് റോമില താപ്പർ വാദിച്ചു. ചരിത്രകാരന്മാരായ DN ഝാ, റോമില താപ്പർ, RS ശർമ്മ എന്നിവർ ആര്യന്മാർ ഇന്ത്യയിലും യൂറോപ്പിലുമുള്ള ഒരു വംശമായിരുന്നു എന്നത് ഊന്നൽ നൽകുന്നുണ്ട്. ഇനി മേജർ തിയറീസ് ഓഫ് ദ ഒറിജിൻ ഓഫ് ആര്യൻസ്. ആര്യന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പ്രധാന തിയറികൾ, സിദ്ധാന്തങ്ങൾ എന്തെല്ലാമാണെന്ന്. സംസ്കൃതം, ഗ്രീക്ക്, ലാറ്റിൻ, മറ്റ് യൂറോപ്യൻ ഭാഷകളും തമ്മിലുള്ള സാമ്യം 1786 ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് സർ വില്യം ജോൺസ് ആണ്. തൻ്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി ആര്യന്മാർ ഒന്നുകിൽ മധ്യേഷ്യ അല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ ജീവിച്ചിരുന്നവരായിരുന്നു എന്നാണ് അദ്ദേഹം അനുമാനിക്കുന്നത്. 1861 തൻ്റെ ഭാഷാശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ ലെക്ചർ ഓൺ ദ സയൻസ് ഓഫ് ലാംഗ്വേജ് എന്ന കൃതിയിൽ ആര്യന്മാർ മധ്യേഷ്യയിൽ ഉത്ഭവിച്ചവരാണ് എന്ന് മാക്സ് മുള്ളർ വാദിച്ചു. ഇന്ത്യക്കാർ, ഗ്രീക്കുകാർ, പേർഷ്യക്കാർ, അതുപോലെ റോമാക്കാർ, ജർമ്മൻ ആളുകൾ, കെൽറ്റുകൾ എന്നിവരുടെ പൂർവികർ ഒരു സ്ഥലത്ത് നിന്ന് വന്നവരായിരുന്നിരിക്കണം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ സ്ഥലങ്ങളിലെ ഭാഷകൾ തമ്മിലുള്ള ഭാഷാപരമായ സാമ്യം നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വാദത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി അല്ലെങ്കിൽ സാധൂകരിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഒരു ശാഖ യൂറോപ്പിലേക്കും മറ്റൊന്ന് ഇറാനിലേക്കും കുടിയേറി എന്നും അദ്ദേഹം പറയുന്നു. ഇറാനിയൻ ശാഖയുടെ ഒരു വിഭാഗം പിന്നീട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കുടിയേറിയതായിരിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. BC 2-ാം സഹസ്രാബ്ദത്തിലെ ഉത്തരേന്ത്യയിലെ തദ്ദേശീയ ജനതയെ ആര്യന്മാർ ആക്രമിച്ചു എന്നും അദ്ദേഹം വാദിച്ചു. ഇന്ത്യൻ ദേശീയവാദിയായ ബാലഗംഗാധര തിലക് ആര്യന്മാരുടെ യഥാർത്ഥ ഭവനം ആർട്ടിക് പ്രദേശമായിരുന്നു എന്നാണ് വാദിക്കുന്നത്. ഈ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെ കൃതിയായ ദി ആർട്ടിക് ഹോം ഇൻ ദി വേദ എന്നുള്ള വേദസ് എന്നുള്ളതിൽ വാദിച്ചിട്ടുണ്ട്. 1903 പ്രസിദ്ധീകരിച്ചതാണ്. ഹിമയുഗത്തിനു മുമ്പ് ഉത്തരധ്രുവത്തിലാണ് ആര്യന്മാർ ആദ്യം വസിച്ചിരുന്നതെന്ന് അദ്ദേഹം വാദിച്ചു. പ്ലിസ്റ്റോസിൻ കാലഘട്ടത്തിന് ശേഷം അതിൻ്റെ കാലാവസ്ഥയും ഭൂമിശാസ്ത്രവും മാറി. അത് ഉത്തരധ്രുവത്തിൽ നിന്ന് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും പുതിയ വാസസ്ഥലങ്ങളിലേക്കൊക്കെ കുടിയേറാൻ പ്രേരണ നൽകിയ ആര്യന്മാരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ആർട്ടിക് പ്രദേശം ആര്യന്മാരുടെ യഥാർത്ഥ ഭവനമായി കണക്കാക്കേണ്ടതുണ്ട് എന്ന് ആര് വാദിക്കുന്നു? ബാലഗംഗാധര തിലക് വാദിക്കുന്നു. തിലക് തൻ്റെ വാദത്തെ പിന്തുണയ്ക്കാൻ വേദശ്ലോകങ്ങളും അതുപോലെ തന്നെ അവസ്ഥിക് എന്ന് പറഞ്ഞാൽ അവസ്ഥ, സ്വരാഷ്ട്രീയന്മാരുടെ ഗ്രന്ഥമായ അവസ്ഥയിലെ ഭാഗങ്ങളും അതുപോലെ വേദ കലണ്ടറും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രമുഖ ചരിത്രകാരനായ AC ദാസിൻ്റെ അഭിപ്രായത്തിൽ ആര്യന്മാരുടെ യഥാർത്ഥ ഭവനം സപ്തസൈന്ധവ മേഖലയാണ്. സപ്തസിന്ധു എന്ന് പറഞ്ഞാൽ 7 നദികളുടെ നാട്. 7 നദികളുടെ നാട് എന്ന് പറയുമ്പോൾ അത് പഞ്ചാബാണ്. നമ്മൾ 5 നദികളുടെ നാടായതുകൊണ്ടാണ് പഞ്ചാബ് എന്ന് വിളിച്ചത്. പക്ഷേ ആയിരുന്നിരിക്കുക അതിൻ്റെ ഏതെങ്കിലും പോഷക നദികളൊക്കെ ചേർത്തിട്ട് അപ്പോൾ പഞ്ചാബാണ് എന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഋഗ്വേദത്തിലെ ഭൂമിശാസ്ത്രപരമായ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തൻ്റെ വാദം ഉന്നയിച്ചത്. ആര്യന്മാർ സപ്തസിന്ധു മേഖലയിൽ നിന്ന് പടിഞ്ഞാറോട്ട് കുടിയേറി. എന്നിട്ട് സിന്ധു, ദൃഷദ്വതി, സരസ്വതി എന്നീ നദികളുടെ താഴ്വരയിലാണ് ആര്യന്മാർ വാസസ്ഥലമാക്കി കണ്ടതെന്നും ഇന്ത്യൻ ചരിത്രകാരനായ RC മജുംദാറും വാദിച്ചു. ഏകദേശം നദികളോട് ചേർന്നുള്ള ഭാഗത്ത് എന്നുള്ളത് തറപ്പിക്കാൻ ആളുകളായി. അവർ പ്രധാനമായും ഇന്നത്തെ പഞ്ചാബ് പ്രദേശത്താണ് ഒതുങ്ങിയിരുന്നത്. എന്നാൽ അവരുടെ പുറം വാസസ്ഥലങ്ങളെ ഗംഗയുടെയും യമുനയുടെയും തീരങ്ങളിലെത്തി. ചില ആര്യന്മാർ സിന്ധുവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാബൂള്, സ്വാത്ത്, കുറം, ഗോമാൻ നദികളുടെ തീരം എന്നിവിടങ്ങളിൽ താമസിച്ചു. സ്വാമി ദയാനന്ദ സരസ്വതിയും ബ്രിട്ടീഷ് ഓറിയൻ്റലിസ്റ്റായ FP പാർഗിറ്ററും ആര്യന്മാരുടെ യഥാർത്ഥ ഭവനം ടിബറ്റാണ് എന്ന് വാദിക്കുന്നവരാണ്. ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം, പാർഗിറ്ററിൻ്റെ പുരാതന ഇന്ത്യൻ ചരിത്ര പാരമ്പര്യങ്ങൾ എന്നീ കൃതികളിൽ ഈ വീക്ഷണങ്ങൾ വളരെ ശക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഉത്ഭവത്തെ പിന്തുണക്കുന്ന ഗംഗാനാഥ്, അതുപോലെ രാധ,
ബിബി ലാൽ തുടങ്ങിയ ചില പണ്ഡിതന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗമാണ് ആര്യന്മാരുടെ യഥാർത്ഥ ഭവനമെന്ന് വാദിച്ചു. ഇറാനിയൻ, ലാറ്റിൻ, ഗ്രീക്ക്, ജർമ്മൻ ഭാഷകളുമായുള്ള ഋഗ്വേദത്തിൻ്റെ ഭാഷാപരമായ സാമ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ വാദം അവർ മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ ഉത്ഭവസ്ഥാനം പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ ഉത്ഭവസ്ഥാനത്തിൻ്റെ വക്താക്കൾ ആര്യന്മാരും അവരുടെ ഭാഷയും തദ്ദേശീയമാണ് എന്ന ആശയം പ്രചരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒന്നായിരുന്നു റൊമുല താപ്പർ മുന്നോട്ട് വെച്ചത്. യൂറോപ്യന്മാരും ഇറാനികളും അതുപോലെ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരായിരിക്കണമെന്നാണ് ആര്യന്മാരുടെ ഇന്ത്യൻ വംശജ സിദ്ധാന്തത്തെ പിന്തുണക്കുന്നവർ വാദിക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ സിദ്ധാന്തം നമ്മൾ പറയുമ്പോൾ ഓരോ ഇടങ്ങളിൽ നിന്ന് വന്നത് ഓരോ സിദ്ധാന്തമാണ് കേട്ടോ. അതാണ് മേജർ തിയറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ തിയറികളൊന്നും പഠിക്കണില്ല. അപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ പിന്നെ മേജർ തിയറീസ് അതെന്താണ്? ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് വന്നതെന്ന് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ ഓരോ തിയറീസാണ് കേട്ടോ. പ്രശസ്ത സ്കോട്ടിഷ് ഭാഷാശാസ്ത്രജ്ഞനായ പി ഗൈൽസൺ ഹംഗേറിയൻ മാതൃഭൂമി സിദ്ധാന്തത്തെയാണ് അവതരിപ്പിച്ചത്. അതായത് ഹംഗേറിയ ആയിരുന്നു അവരുടെ മാതൃഭൂമി എന്ന സിദ്ധാന്തത്തെയാണ് അവതരിപ്പിച്ചത്. ബിർച്ച് സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ വാദം മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ, ഇറാനിയൻ, ജർമ്മൻ, ബാൾട്ടിക്, സ്ലേവിക് ഭാഷകളിൽ ബിർച്ച് മരം സാധാരണമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അതുകൊണ്ട് ഇന്തോ യൂറോപ്യന്മാർ ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടവരായിരുന്നിരിക്കണം എന്ന് അദ്ദേഹം വാദിച്ചു. ഇതേ സിദ്ധാന്തം തന്നെ ബ്രാൻഡൻസ്റ്റൈൻ നിരസിച്ചു. ബ്രാൻഡൻസ്റ്റൈൻ പറയുന്നതനുസരിച്ച് ഇന്തോ യൂറോപ്യന്മാർ വടക്കൻ കസാക്കിസ്ഥാനിലെ കിർഗിസ് സ്റ്റെപ്പിൽ ജീവിച്ചവരാണ്. ഇന്തോ ഇറാൻ ഗോത്രങ്ങൾ കിഴക്കോട്ട് നീങ്ങിയത് ഇവിടെ നിന്നായിരിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അമേരിക്കൻ നരവംശാസ്ത്രജ്ഞനായ ലൂയിസ് എച്ച് മോർഗൻ്റെ അഭിപ്രായത്തിൽ ആര്യന്മാരുടെ ജന്മദേശം പടിഞ്ഞാറൻ സൈബീരിയയായിരുന്നു. സൈബീരിയ തണുത്തുറഞ്ഞപ്പോൾ ആര്യന്മാർ കുടിയേറാൻ നിർബന്ധിതരായി. അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞില്ല, കാലാവസ്ഥ മാറിയപ്പോൾ. സംസ്കൃതം, ലാറ്റിൻ, ഗ്രീക്ക്, ജർമ്മനി, സ്ലാവ്, റോമൻ തുടങ്ങിയ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ തമ്മിലുള്ള സാമ്യത്തെ അടിസ്ഥാനമാക്കി ആര്യന്മാരുടെ ഒരു പൊതു മാതൃഭൂമി തെക്കൻ റഷ്യ മുതൽ മധ്യേഷ്യ വരെയാണെന്ന് DN ധാ അഭിപ്രായപ്പെട്ടു. റൊമുല താപ്പർ പറയുന്ന അനുസരിച്ച് ഇന്തോ യൂറോപ്യൻ സംസാരിക്കുന്ന ആളുകൾക്ക് അവരുടെ യഥാർത്ഥ ഭവനം മധ്യേഷ്യയിലാണ് എന്നുള്ളതാണ്. ക്രമേണ അവർ മേച്ചിൽ പുറം തേടി മറ്റു പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു എന്നും അവർ പറയുന്നുണ്ട്. ചില ഗ്രൂപ്പുകൾ അവിടെ അനറ്റോലിയയിലേക്കും മറ്റ് ചിലർ ഇറാനിലേക്കും കുടിയേറിയും പിന്നീടുള്ളവർ ചിലർ ഇന്ത്യയിലേക്ക് കുടിയേറി എന്നാണ് റൊമുല താപ്പർ പറയുന്നത്. പടിഞ്ഞാറ് വോൾഗ, അതായത് റഷ്യ മുതൽ കിഴക്ക് ചൈനീസ് അതിർത്തി വരെ വ്യാപിച്ച ആൻഡ്രോനോവോ സംസ്കാരം അല്ലെങ്കിൽ പ്രോട്ടോ ഇൻഡോ ഇറാനിയൻ സംസ്കാരം എന്നറിയപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ടവരാണ് ഇവരെന്നുള്ളതാണ് തെളിവുകളിൽ നിന്ന് ഇവർ മനസ്സിലാക്കുന്നത്. ബാക്ട്രിയ, അഫ്ഗാനിസ്ഥാൻ, തുർക്കിമെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവ ഉൾപ്പെടെ മധ്യേഷ്യ ഉൾക്കൊള്ളുന്ന ബാക്ട്രിയ മർജിയാന ആർക്കിയോളജിക്കൽ കോംപ്ലക്സിലെ BMAC എന്ന് പറയുന്നതാണ് ബാക്ട്രിയ മർജിയാന ആർക്കിയോളജിക്കൽ കോംപ്ലക്സ്. BMACയിൽ ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു തെളിവ് ലഭിച്ചത് എവിടെയാണ്? പ്രോട്ടോ ഇൻഡോ ഇറാനിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? പല അഭിപ്രായങ്ങളാണ് ഇവരുടെ ഒറിജിൻ ഭവനത്തെക്കുറിച്ച് നിലനിൽക്കുന്നത്. ഇന്നതാണ് അതിൽ യാഥാർത്ഥ്യ ഭവനം അല്ലെങ്കിൽ യാഥാർത്ഥ്യ വാസസ്ഥലം അല്ലെങ്കിൽ യാഥാർത്ഥ്യ ഉത്ഭവസ്ഥാനം എന്ന് പറയാൻ ഒരു ചരിത്രകാരന്മാർക്കും അതിന് കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ ലഭ്യമായിട്ടില്ല. ഇനി ആര്യൻ മൈഗ്രേഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് ആര്യൻ സെറ്റിൽമെൻറ്റ്. ആര്യൻ കുടിയേറ്റവും ആര്യന്മാരുടെ സെറ്റിൽമെൻറ്റിൻ്റെ വ്യാപനവും, അതായത് അവരുടെ വാസസ്ഥലത്തിൻ്റെ വ്യാപനവും എങ്ങനെയാണ് എന്നുള്ളതാണ്. ആര്യന്മാരെ പല തരംഗങ്ങളായി ഇന്ത്യയിലേക്ക് കുടിയേറിയതാകും എന്നും അവരാദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇറാനിലാണ് എന്നും വിശ്വസിക്കുന്നുണ്ട്. ആദ്യകാല ഇന്തോ യൂറോപ്യൻ ഭാഷാ മാതൃകകളായ ഋഗ്വേദത്തിൽ ഇറാനിയൻ ഗ്രന്ഥമായ അവസ്ഥയിലൊക്കെ അതേ ഭാഷ തന്നെ ഉപയോഗിച്ചതുകൊണ്ട് ആ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇന്ത്യയിൽ കുടിയേറിയവരാണ് എന്ന് വിശ്വസിക്കുന്നത്. രണ്ട് ഗ്രന്ഥങ്ങളും നിരവധി ദൈവങ്ങൾക്ക് ഒരേ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഏത് രണ്ട് ഗ്രന്ഥങ്ങളും? അവസ്ഥയും അതുപോലെ തന്നെ ഋഗ്വേദവും. അനേകം ദൈവങ്ങൾക്ക് ഒരേ പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇറാനിയൻ ലിഖിതങ്ങളിലെ കാസൈറ്റ് ലിഖിതങ്ങൾ, മിത്താനി ലിഖിതം എന്നിവ പോലെ നിരവധി ആര്യൻ പേരുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലിഖിതങ്ങൾ സൂചിപ്പിക്കുന്നത് ആര്യന്മാർ ഇറാനിൽ നിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങി എന്നാണ്. ഏകദേശം 1500 BC കാലഘട്ടത്തിൽ ഋഗ്വേദക്കാരുടെ ആഗമനത്തോടെ ആര്യന്മാർ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് അനുമാനിക്കപ്പെടുന്നു. ഋഗ്വേദത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വിവരണം ആര്യൻ വാസസ്ഥലങ്ങളുടെ സ്ഥാനം സാധ്യമാക്കി. അഫ്ഗാനിസ്ഥാനിലും പഞ്ചാബിലും ഉത്തർപ്രദേശിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ആര്യന്മാർ ജീവിച്ചിരുന്നുവെന്ന് RS ശർമ്മയും DN ധായും തറപ്പിച്ച് പറയുന്നുണ്ട്. ഛ എന്നാണ് കേട്ടോ, ചാൻസീൻ്റെ ഛ.
7 നദികളുടെ നാട് എന്ന സപ്തസൈന്ധവുമായിരുന്നു ആര്യന്മാരുടെ ഇന്ത്യയിൽ താമസമാക്കിയ പ്രദേശമെന്നാണ് ഈ സിദ്ധാന്തക്കാർ പറയുന്നത്. അത് പഞ്ചാബിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് പറഞ്ഞല്ലോ. സോത്ത് താഴ്വരയിൽ ഒരു ആര്യൻ വാസസ്ഥലം ഉണ്ടായിരുന്നിരിക്കാമെന്ന് ഝാ അഭിപ്രായപ്പെട്ടു. എങ്കിലും ഋഗ്വേദ സംസ്കാരത്തിൻ്റെ കേന്ദ്രബിന്ദു പഞ്ചാബും ഡൽഹിയുമായിരുന്നു. സിന്ധു, സരസ്വതി, ദശദ്വതി, സത്ലജ്, അതുപോലെ വിവാസ് എന്ന് പറഞ്ഞാൽ ബിയാസ് നദിയാണ് കേട്ടോ. പുരുഷിനി, രവി നദി, അസിക്കിനി അഥവാ ചെനാബ് നദി, പിത്തസ്ത അഥവാ ഝലം നദി തുടങ്ങിയ നദികളുടെ പേരുകൾ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ആര്യന്മാരുടെ ഭൂമിശാസ്ത്രപരമായ അറിവ് യമുനക്കപ്പുറത്തേക്ക് വ്യാപിച്ചതായിട്ട് തോന്നുന്നില്ല എന്ന് അദ്ദേഹം അഭിപ്രായം. ആ പേര് അതിൽ പറയപ്പെടുന്നില്ലല്ലോ. പുരാവസ്തു തെളിവുകളിൽ നിന്ന് അനുമാനിച്ച് ഇന്തോ ഗംഗാ വിഭജനവും പടിഞ്ഞാറൻ ഗംഗാ താഴ്വര സെറ്റിൽമെൻറ്റ്സും BC 2ാം സഹസ്രാബ്ദം മുതലാണ് കണ്ടെത്താനായതെന്നും റൊമില താപ്പർ അഭിപ്രായപ്പെട്ടു. പിൽക്കാല വേദസാഹിത്യത്തിന് ഗംഗാ താഴ്വര, അതായത് ഗംഗ, യമുന, ഭോവാസ് പരിചിതമായിരുന്നു. അതാർക്കറിയില്ലായിരുന്നു? നമ്മുടെ ആര്യന്മാർക്ക് അറിയില്ലായിരുന്നു. ഋഗ്വേദ കാലത്തെ ആവാസ വ്യവസ്ഥ പിൽക്കാല വേദകാലഘട്ടത്തിൽ പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് കിഴക്കോട്ടും മാറിയതായിട്ടാണ് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നത്. അപ്പോൾ പഞ്ചാബ് വരെയുള്ള പ്രദേശങ്ങളിലായിട്ടാണ് ആര്യന്മാരുടെ ഒതുക്കം എന്നാണ് ഈ ഒരു അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയിട്ട് അതിന് ആൻസർ കണ്ടെത്തി മാത്രം പഠിക്കാൻ ശ്രമിക്കുക. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ ഋഗ്വേദ ആൻഡ് ദ അവസ്ഥ, അതൊരു ചോദ്യമാണ്. അപ്പോൾ അത് വരുന്ന കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഹൂ ആർ ദ ഇൻഡോ ആര്യൻസ്, ആരാണ് ഇൻഡോ ആര്യന്മാർ എന്ന് പറയുമ്പോൾ ഒരു മാർക്കിനനുസരിച്ച് 2 മാർക്കിനേ ചോദിക്കുള്ളൂ. ഒരു 2-3 ആളുകളുടെ അഭിപ്രായം വെച്ചിട്ടൊന്ന് പറയാൻ ശ്രമിക്കുക. പിന്നെ വിച്ച് ആർ ദ മേജർ തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ആര്യൻസ്, അതിലൊരു 5 മാർക്കിനാണെങ്കിൽ ആ ഒരു 7 തിയറീസെങ്കിലും നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള ആളുകളുടെ പേരുകളും പഠിച്ചു വെക്കുക. അതൊക്കെയാണ് അതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, താങ്ക്സ്.